നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോൾ രാജ്യത്ത് ഒറ്റ നികുതി GST യാഥാർത്ഥ്യമാകുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. 1. എന്തുകൊണ്ട് GST? 2. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമാനമായ GSTയുടെ അർദ്ധരാത്രി പ്രഖ്യാപനം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സംഘപരിവാരത്തിൻ്റെ കറുത്ത ഏട് മറയ്ക്കാനുള്ള തന്ത്രമോ? 3. അർദ്ധരാത്രിയിലെ ആഘോഷത്തിന് മുഖ്യ പ്രതിപക്ഷ പാർട്ടികളുടെ അസാന്നിധ്യം സർക്കാരിന് തിരിച്ചടിയോ? 4. പ്രതിപക്ഷ ബഹിഷ്കരണം എന്തിന്? 5. GST സംസ്ഥാനങ്ങളുടെ നിലവിലുള്ള അധികാരങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്ര നയത്തിൻ്റെ ഒടുവിലത്തെ ഏടോ? 6. GSTയെ പ്രതിപക്ഷം എതിർക്കുന്നത് രാഷ്ട്രീയ തമാശയാണെന്ന BJPയുടെ വിമർശനത്തിന് അടിസ്ഥാനമുണ്ടോ? 7. ഒരു രാജ്യം ഒരു നികുതി എന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്നതിലേക്കുള്ള ചുവടുവയ്പോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനമാണ്. GST യാഥാർത്ഥ്യമാകുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയുടെ 1-ാം മണിക്കൂറിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ KN ഹരിലാൽ, ഡോക്ടർ BA പ്രകാശ്, ഡോക്ടർ മേരി ജോർജ് എന്നിവർ. ഒപ്പം ഡോക്ടർ തോമസ് ഐസക്കിനെയും പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ KN ഹരിലാൽ, GST നാളെ മുതൽ യാഥാർത്ഥ്യമാകുന്നു. വലിയ ചരിത്ര സംഭവം എന്നുള്ള നിലയിൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അല്പസമയത്തിനകം പാർലമെൻറ്റിൽ അതിൻ്റെ ആഘോഷമാണ്. ഇത് ഇപ്പോൾ ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. എന്താണ് GST എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എങ്ങനെ കാണണം, എങ്ങനെ സമീപിക്കണം, എന്താണിത്, GST എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഉത്തർപ്രദേശിലൊരു മന്ത്രി തന്നെ വലിയ ആശങ്കയിലാണെന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യോഗി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു മന്ത്രി. അപ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങുക താങ്കൾ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ നികുതി ഘടനയിൽ വലിയൊരു മാറ്റം വരികയാണ്. നികുതി സമ്പ്രദായത്തിൽ വലിയൊരു മാറ്റം വരുന്നു. അത് ഒരു സുപ്രധാനമായ മാറ്റമാണ് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന രീതിയിലുള്ള വലിയൊരു ആഘോഷത്തിനുള്ള സാഹചര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇത് ആഘോഷിക്കുന്നത് വേറൊരു രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ്. അതിനൊരു സാമ്പത്തിക വശം കൂടിയുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടന ഒരു പ്രത്യേക തരത്തിലുള്ള ഇതിലൂടെ പോവുകയാണ്. പ്രത്യേകിച്ചും ബാങ്കിങ് രംഗത്തുള്ള വലിയ തകർച്ച അത് സാർവദേശീയ അടിസ്ഥാനത്തിൽ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളും ഷെഡ്യൂൾ ബാങ്കുകൾ മൊത്തത്തിൽ, ഫിനാൻഷ്യൽ സെക്ടർ മൊത്തത്തിൽ NBA ഭാരത്തിൽ വലിയ തകർച്ചയെ നേരിടുന്നു. ഗവൺമെൻറ് അതിനെ റിപ്പയർ ചെയ്തെടുക്കുന്നതിനുള്ള വലിയ ശ്രമകരമായിട്ടുള്ള നടപടികളിലാണ്. ഈ ബാങ്കിങ് തകർച്ചയുടെ കാരണമെന്ന് പറയുന്നത് വലിയ കുത്തക കമ്പനികളാണ്. അവരെടുത്ത വായ്പയാണ് NBA ആയിട്ട് മാറിയിരിക്കുന്നത്. ഇത് ഇന്ത്യ സമ്പദ്ഘടനയെ സംബന്ധിച്ച് നല്ലൊരു മെസ്സേജ് നൽകുന്ന കാര്യമല്ല. നമ്മുടെ വ്യവസായത്തിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് പൊതുവിലും ആഗോളാടിസ്ഥാനത്തിൽ നല്ല വാർത്ത നൽകുന്നതല്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ റിഫോംസുമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നു. ഇന്ത്യ റിഫോംസിൻ്റെ പാതയിലാണ്, സെക്കൻഡ് റിഫോംസിൻ്റെ പാതയിലാണ് എന്ന് തെളിയിക്കാനുള്ളൊരു വലിയ വ്യഗ്രത, ആ തരത്തിലുള്ളൊരു പബ്ലിസിറ്റിയുടെ വ്യഗ്രത, അതാണ് ഈ വലിയ ആഘോഷത്തിന് പിറകിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ രാജ്യത്ത് വലിയൊരു മാറ്റം, ജനങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ ആഘോഷിക്കാൻ ഉള്ള വക തീർച്ചയായിട്ടും ഈ GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇല്ല. ഡോക്ടർ ഹരിലാൽ, ഈ ആഘോഷത്തെ മാറ്റി നിർത്തിയാൽ എന്ത് മാറ്റമാണ് ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുക? അത് ഇന്ത്യയിലെ ഒട്ടാകെ ഒറ്റ നികുതി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അനുഭവം തന്നെയാണോ ഉണ്ടാകുക? ഇന്ത്യയിലാകെ സംസ്ഥാനങ്ങൾക്കിടയിൽ നികുതി വ്യത്യാസം ഉണ്ടാവില്ല. നികുതിയുടെ ഏകീകരണം വരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. നികുതിയുടെ ഏകീകരണം വരുന്നത് കൊണ്ട് വ്യവസായികൾക്ക് അതുപോലെ തന്നെ ഉൽപ്പാദകർക്കാണ് പ്രധാനമായിട്ടുള്ള പ്രയോജനം. അല്ലെങ്കിൽ അവരുടെ തലത്തിലാണ് വലിയ വ്യത്യാസം വരുന്നത്. അതും ചെറുകിട ഉൽപ്പാദകർക്കല്ല, വലിയ ഉൽപ്പാദകർക്ക്, കൂടുതൽ വലിയ സ്കെയിൽ ഉൽപ്പാദനം നടത്തുന്ന കൂടുതൽ എഫിഷ്യൻ്റായിട്ടുള്ള ഉൽപ്പാദകർക്ക് ഇന്ത്യ ആകെയുള്ള വിപണിയെ ഒറ്റ വിപണിയായി കണ്ടുകൊണ്ട് സാധനങ്ങൾ വിൽക്കാൻ കഴിയും. അവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്
അവരുടെ ഉൽപ്പാദനത്തിൻ്റെ ലെവൽ വീണ്ടും ഉയർത്താൻ വേണ്ടി കഴിയും. ഉൽപ്പാദകർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് പ്രയോജനപ്രദമായിട്ട് വരും. സമ്പദ്ഘടനയുടെ എഫിഷ്യൻസി ലെവൽ, കാര്യക്ഷമതയുടെ ലെവൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം ഇതേ കാലയളവിൽ ചെറുകിട ഉൽപ്പാദകർ പിറകോട്ടടിക്കും. കാരണം ഇന്ത്യ എന്ന വലിയ കമ്പോളത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഉൽപ്പാദകർക്കാണ് ഈ സ്കെയിലിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് വരിക. ചെറുകിട ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിപണിയുടെ, സംസ്ഥാന വിപണിയുടെ സംരക്ഷണത്തിനുള്ളിൽ നിന്ന് വളർന്നു വന്നിരുന്ന ചെറിയ ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് വലിയ ആദായമുണ്ടാക്കുന്ന കാര്യമല്ല. അവർ മത്സരത്തിൽ പിന്തള്ളപ്പെടാനാണ് സാധ്യത. യെസ്, ഡോക്ടർ ബി എ പ്രകാശ്, ഇപ്പോൾ ഡോക്ടർ കെ എൻ ഹരിലാൽ പറഞ്ഞതുപോലെയുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം, ഈ GST അല്ലെങ്കിൽ അവർ കൊടുക്കുന്നൊരു പ്രചരണം, അതിന് വക്താക്കളായി നിൽക്കുന്നവരൊക്കെ പ്രചരിപ്പിക്കുന്നത് ഒരൊറ്റ രാജ്യം ഒരു നികുതി എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു വികാരം, ദേശീയതയുടെ വികാരമാണ് ഈ സാമ്പത്തിക വ്യവസ്ഥയിലും കൊണ്ടുവരുന്നതിലൂടെ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ വികാരം ഇപ്പോൾ ഡോക്ടർ കെ എൻ ഹരിലാൽ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിന് മാത്രം പ്രയോജനപ്പെടുന്നതിലേക്ക് ചുരുങ്ങി നിൽക്കുന്നതാണോ? ഈ നികുതി പരിഷ്കരണത്തിന് ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ഇത് നടപ്പിലാക്കുന്നത് മൂലമുള്ള രാഷ്ട്രീയ നേട്ടങ്ങളും രാഷ്ട്രീയ പ്രചരണവും അതൊക്കെ നമ്മൾ വിടും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു സെൻട്രൽ ഇഷ്യൂ ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കിയ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ധനരംഗത്തെ അല്ലെങ്കിൽ നികുതി രംഗത്തെ ഒരു വലിയൊരു പരിഷ്കാരമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. അതിനെ നമ്മൾ ഒട്ടും കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യ പോലെ വലിയ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒട്ടനവധി നികുതികൾ പിരിക്കുന്നു, പരോക്ഷ നികുതികൾ, സംസ്ഥാന സർക്കാരുകൾ ഒട്ടനവധി നികുതികൾ പിരിക്കുന്നു, തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അഴിമതി, തടസ്സം, അങ്ങനെ ഒട്ടനവധി വളരെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇന്ത്യയെ പോലുള്ള വലിയൊരു രാജ്യത്ത് ഒരു ഏക നികുതി സംവിധാനത്തിലേക്ക് പോവുക, യൂണിഫോം റേറ്റിലേക്ക് വരിക, അതോടൊപ്പം തന്നെ ചരക്കുകളുടെ മൂവ്മെൻറ്റ്സിൽ വലിയ വ്യത്യാസം വരിക, നികുതി ഭരണത്തിൽ വലിയ കാര്യമായ ഒരു മാറ്റം വരിക, അഴിമതിയിൽ കുറയുക. അപ്പോൾ ഈ ലക്ഷ്യങ്ങളോടുകൂടി നടപ്പിലാക്കുന്ന ഈ നികുതി പരിഷ്കരണം തീർച്ചയായിട്ടും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പരിഷ്കരണമാണ്. അത് നികുതി രംഗത്തും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള ഉൽപ്പാദകർക്കും അതോടൊപ്പം തന്നെ കച്ചവടക്കാർക്കും മറ്റു വിഭാഗങ്ങൾക്കും വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഈ തരത്തിലുള്ള ഒരു നികുതി സംവിധാനം നടപ്പിലാക്കുമ്പോൾ ആരാണ് എൻ്റെ മെച്ചപ്പെട്ട ആളുകൾ, ആരാണ് എൻ്റെ ദോഷം എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. എങ്കിലും നേരത്തെ നിലനിന്നിരുന്ന ഒരു നികുതി സംവിധാനവും അതിലെ അരാജകത്വവും അഴിമതിയും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ നികുതിയിലേക്കുള്ള മാറ്റം വലിയൊരു മാറ്റം തന്നെയാണ്. അതൊരു ഒരു ഒരു പുരോഗമനമായിട്ടുള്ളൊരു മാറ്റമാണ്. ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു മാറ്റമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മുമ്പ് കിട്ടുന്നതിനേക്കാളും ഏത് കൺസ്യൂമർ ഗുഡും കേരളത്തിൽ മെച്ചമായിട്ട് അവൈലബിൾ ആവും. കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയുടെ മറ്റ് ഭാഗത്തുനിന്ന് കിട്ടും. അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വരുമാനത്തിൽ ഗണ്യമായ മാറ്റം വരുന്നു. ജനങ്ങൾക്ക് മെച്ചമായിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടുന്നു. ചില പ്രോഡക്ട്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിൽ വ്യത്യാസം വരാം. ആ നിലയിൽ ഞാൻ കാണുമ്പോൾ ഇതിനുള്ള പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, ഡോക്ടർ മേരി ജോർജ് ഈ സമയം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനാണ്, അല്പസമയത്തിനകം തത്സമയം ചേരുകയും ചെയ്യും. ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഡോക്ടർ കെ എൻ ഹരിലാൽ ഇത് വൻകിട ഉൽപ്പാദകർക്ക് പ്രയോജനം കിട്ടുന്നതാണ്, അതേസമയം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സമ്പ്രദായത്തിൽ കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ചെറുകിട ഉൽപ്പാദകരെ ദോഷകരമായി ബാധിക്കുന്നതാണ് എന്നുള്ളത് ഒരു ഭാഗത്ത് ചൂണ്ടിക്കാട്ടിയപ്പോൾ കേരളത്തിന് പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടാകുന്ന, എല്ലാ തരത്തിലും വില കുറയുന്ന തരത്തിലുള്ള ഒരു സമീപനം ആണ് ഇനി മുതൽ അങ്ങോട്ട് അനുഭവിക്കേണ്ടി വരിക എന്നാണ് ഡോക്ടർ ബി എ പ്രകാശ് പറയുന്നത്. ഈ കാര്യങ്ങൾ എല്ലാം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇത്തരത്തിൽ കാണുന്നതിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ GST പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ ഒരുങ്ങിക്കഴിഞ്ഞു സംവിധാനം എന്ന് കരുതുന്നുണ്ടോ ഡോക്ടർ മേരി ജോർജ്? ഡോക്ടർ മേരി ജോർജ് കേൾക്കുന്നുണ്ടോ? ഡോക്ടർ മേരി ജോർജിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ കെ എൻ ഹരിലാൽ, ഇപ്പോൾ ഡോക്ടർ ബി എ പ്രകാശ് ഇപ്പോൾ കണ്ടത് അങ്ങ്
നിരീക്ഷിച്ചല്ലോ. ഈ കാര്യത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ പ്രതീക്ഷയുടെ പോസിറ്റീവ് വശമാണ് GSTയിൽ എന്നുള്ളത് ഡോക്ടർ BA പ്രകാശിനെ പോലുള്ളവർ കാണുന്നുണ്ട്. അതായത് രാജ്യം മുഴുവൻ ഒറ്റ നികുതി വരികയാണെങ്കിൽ അതൊരു വലിയ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ വലിയൊരു നേട്ടത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു. ഒരു യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ കാണുന്ന വ്യത്യാസം ഇവിടെ സാമ്പത്തികമായി ഉണ്ടാകാൻ പോകുന്നു എന്നൊരു പ്രചരണമുണ്ട്. അതിനെ ഉറപ്പിക്കുന്നതല്ലേ BA പ്രകാശിനെ പോലുള്ളവരുടെ വാദം? അല്ല, ഇവിടെ ഈ ഒരു കോമൺ നികുതിയായിട്ട് വരുന്നു. ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള നികുതികളില്ല. അതുകൊണ്ട് ഈ ചെക്ക് പോസ്റ്റുകളുടെയൊക്കെ പ്രസക്തി കുറയും. നികുതി സമ്പ്രദായത്തിലെ അഴിമതിയുടെ നിരക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ഒരു കോമൺ മാർക്കറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും സമ്പദ്ഘടനയുടെ മൊത്തത്തിലുള്ള എഫിഷ്യൻസി ലെവൽ കൂടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കാര്യക്ഷമതാ വർധനവിൻ്റെ എല്ലാം ഏറ്റവും വലിയ പ്രയോജനം ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ഉൽപ്പാദകർക്കായിരിക്കും, വലിയ സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്കായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ പിന്നെ യൂറോപ്പ് ഒറ്റ കമ്പോളമായപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒറ്റ കമ്പോളമായപ്പോഴും ഒക്കെ കണ്ട കാര്യമാണ്. അങ്ങനെ വൻകിടക്കാർക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാകുമ്പോൾ സമ്പദ്ഘടനയുടെ എഫിഷ്യൻസി പൊതുവിൽ ഉയരുമ്പോൾ അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണണം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അതായത് ചെറുകിട ഉൽപ്പാദകർ ചെറിയ കമ്പോളത്തിൽ സുരക്ഷിതരായിട്ട്, അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും നികുതി സംരക്ഷണത്തിൽ നിലനിന്നിരുന്ന ചെറിയ ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. വൻകിട ഉൽപ്പാദകരുടെ കുറഞ്ഞ വിലയ്ക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നികുതി സംരക്ഷണം കൂടെ ഇല്ലാതാവുമ്പോൾ അത് വരുമാനത്തിൻ്റെ വിതരണത്തിൽ, അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വിതരണത്തിലൊക്കെ പ്രാദേശികമായ വ്യത്യാസങ്ങൾ, അതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൂടെ രാജ്യം കാണേണ്ടതുണ്ട്. ഈ പരിഷ്കാരത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഈ രണ്ട് വശങ്ങളും കാണാതെയുള്ള ആഘോഷം അത് ന്യായീകരിക്കത്തക്കതല്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഡോക്ടർ ഹരിലാൽ, ഒരുപക്ഷെ ഈ GST നാളെ മുതൽ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് ഒരു സത്യമാണെന്നിരിക്കെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് സംവിധാനം തയ്യാറായി കഴിഞ്ഞു. രാജ്യത്ത് എല്ലായിടത്തും ഇത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. എവിടെയാണ് നികുതിയുടെ വർധനവ്, എവിടെയാണ് കുറവ്, ഏതൊക്കെ ചരക്കുകൾക്കും സേവനങ്ങൾക്കുമാണ് നികുതി എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ തീരുമാനം വന്നു കഴിഞ്ഞു എന്നുള്ള അഭിപ്രായം ഇല്ലല്ലോ. പലയിടത്തും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ വല്ലാത്ത ആശങ്കയുണ്ടാക്കും? അത് എത്രത്തോളം ഭാവിയിലേക്ക് മുന്നോട്ട് പോകുന്നതിനെ അതിനെ സ്വാധീനിക്കും? തീർച്ചയായിട്ടും ട്രാൻസിഷൻ സ്റ്റേജിൽ വലിയ പ്രശ്നമുണ്ടാക്കും. ആശങ്കകളുണ്ട്, അവ്യക്തതകളുണ്ട്. ഈ വർഷം സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരുമാനത്തെക്കുറിച്ച്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ GST മുഖേനയുള്ള വരുമാനത്തെക്കുറിച്ച് ആശങ്കകളുണ്ട്, അനിശ്ചിതത്വമുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലെ ബജറ്റിനെയും ഈ വർഷത്തെ അനിശ്ചിതത്വം തീർച്ചയായിട്ടും ബാധിക്കും. അതുപോലെ തന്നെ വ്യാപാരത്തെയും ബാധിക്കും. പല സംസ്ഥാന ഗവൺമെൻറ്റുകളും ഈ അവ്യക്തത കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒരു സമ്പ്രദായത്തിൽ നിന്ന് മറ്റൊരു സമ്പ്രദായത്തിലേക്ക് മാറുമ്പോൾ, പ്രത്യേകിച്ച് നികുതി സമ്പ്രദായം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും കുറേ അവ്യക്തതകളുണ്ടാവും. ഇതൊരു വലിയ സിസ്റ്റം ചേഞ്ചാണ്. ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നേരിടേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ വേണം അതിനെ കണക്കാക്കാൻ. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച, ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അനിശ്ചിതത്വമുണ്ട്, ചിലർക്ക് കൂടുതൽ നഷ്ടമുണ്ടാവാം, ചെറുകിട ഉൽപ്പാദകരെ പ്രതികൂലമായി ബാധിക്കാം, ചില പ്രദേശങ്ങളെ പ്രതികൂലമായി ബാധിക്കാം. അതൊക്കെ ഒരു മഹാരാജ്യം എന്നുള്ള നിലയ്ക്ക് അത്തരം കാര്യങ്ങളെ കൂടി പരിഗണനയോടുകൂടി കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലാകെയുള്ള കൃഷിക്കാർ അവർ പട്ടിണിയിലാണ്, ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു. അത് ഒരു രാജ്യത്തിന് എങ്ങനെ അവഗണിക്കാൻ കഴിയും? ഇതുപോലെ തന്നെയാണ് ചെറുകിട ചരക്കുൽപാദകരുടെ രാജ്യത്താകെയുള്ള ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. യെസ്, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ BA പ്രകാശ്, ഈ ചെറുകിട എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ശതമാനമല്ല. ചെറുകിടയാണ് വൻകിടക്കാരെക്കാൾ കൂടുതൽ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ രാജ്യത്തെ വ്യാപാരികളും മറ്റ് സേവനങ്ങൾ നൽകുന്നവരും. അപ്പോൾ പെട്ടെന്നൊരു സംവിധാനത്തിലേക്ക് മാറുമ്പോൾ അങ്ങ് പറഞ്ഞ പോസിറ്റീവ് വശങ്ങൾ പ്രചരണത്തിലുണ്ടെങ്കിലും, അതായത് അഴിമതി കുറയും,
കുറച്ചുകൂടി വ്യക്തത വരും, രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിക്കും നികുതി ഇനത്തിലൂടെ. ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് വശങ്ങൾ കാണുമ്പോൾ തന്നെ ഇതൊക്കെ എപ്പോൾ നമുക്കൊരു മുൻ അനുഭവം തൊട്ട് വളരെ സമീപ ഭൂതകാലത്തിൽ ഉണ്ട് ഒരു നടപടിയിലൂടെ നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണം ഇല്ലാതെയാക്കും, മറ്റ് പ്രശ്നങ്ങളില്ലാതെയാകുമെന്ന് പറഞ്ഞതൊക്കെ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ അഴിമതി നാളെ മുതൽ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള തലത്തിലേക്ക് വൻ ഭൂരിപക്ഷം വരുന്ന ഇടപാടുകാരെ ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയല്ലേ ഇപ്പോഴുമുള്ളത്? പൂർണ്ണമായി ഒരുങ്ങിയില്ല എന്നുള്ള വിമർശനത്തിന് എന്ത് മറുപടി? അതായത് നോട്ട് നിരോധനവും ഈ പ്രശ്നമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കില്ല. അത് വേണ്ടത്ര ഒരു തയ്യാറെടുപ്പില്ലാതെ നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ GSTയുടെ കാര്യത്തിൽ 10-17 വർഷമായിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരുകൾ ഇതിലേക്ക് നടപടികൾ സ്വീകരിക്കുന്നു. അതായത് ശ്രീ ചിദംബരത്തിൻ്റെ ബഡ്ജറ്റിൽ 2010 മുതൽ ഏപ്രിൽ മുതൽ ഈ GST നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അടുത്ത വർഷം നടപ്പിലാക്കുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടോ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായ ഒരു കാര്യമല്ല. അത് പല സർക്കാരുകൾ ഇതിനെപ്പറ്റിയുള്ള എക്സസൈസ് നടത്തുന്നു. ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ BA പ്രകാശ്, ഒരുപക്ഷെ പി ചിദംബരം കാലാകാലങ്ങളിൽ അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുകയും ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും നീണ്ടുപോവുകയും ചെയ്തപ്പോൾ ആ നീണ്ടുപോകുന്നതിനെ ന്യായീകരിക്കാൻ ഉള്ളവരുടെ കൂട്ടത്തിൽ അങ്ങേപ്പോലുള്ളവർ അന്ന് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കുന്ന കാര്യങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു, നമ്മുടെ ചുറ്റുപാടുകൾ ഒരുങ്ങിയിട്ടില്ല എന്നൊരു സത്യമുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരുങ്ങി എന്ന് എന്താണ് തെളിവ് നിരത്തുന്നത്? അതാ ഞാൻ പറഞ്ഞത്. അതായത് നോട്ട് നിരോധനം പോലെ അല്ല ഇത്. കാരണം ഇത് കുറേ വർഷങ്ങളായിട്ട് ഈ GSTയെ പറ്റിയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു, പാർലമെന്റിൽ എക്സസൈസ് നടക്കുന്നു, അതിനുവേണ്ടിയുള്ള കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ നാളെ നടപ്പിലാക്കാൻ പോകുന്നത് ഒരു ഫുൾ പ്രൂഫാണെന്ന് നമുക്ക് പറയാനൊക്കില്ല. തീർച്ചയായിട്ടും ഈ തരത്തിലുള്ളൊരു വലിയൊരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. കാരണം ഇത് ഓൺലൈനിലാണ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ഈ സംവിധാനങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഗവേണൻസ് അല്ലെങ്കിൽ IT മേഖലയിലുള്ള മാറ്റങ്ങൾ, ബാക്കിയുള്ള ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാലേ തീർച്ചയായിട്ടും ഇത് പെർഫെക്റ്റായിട്ട് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അത് നോട്ട് നിരോധനത്തിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ ക്യാഷ്ലെസ്സിൽ നിന്ന്, അതായത് ക്യാഷ്ലെസ് ആക്കിക്കൊണ്ട് പിന്നെ നോട്ട് ഇല്ലാതെയാക്കി ഈ പറഞ്ഞ കാർഡിലേക്കും ഓൺലൈനിലേക്കും ഡിജിറ്റൽ എക്കോണമിയിലേക്കും മാറുന്ന ഒരു സംവിധാനമാണെന്ന് പറഞ്ഞത്. അത് നമ്മൾ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേ പ്രശ്നം നമ്മുടെ ചെറുകിട വ്യാപാരികൾക്ക്, വൻ ഭൂരിപക്ഷം വരുന്ന ചെറുകിട വ്യാപാരികൾക്കും ഇടപാടുകാർക്കും വീണ്ടും അത് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയല്ലേ? നോട്ട് നിരോധനമായിട്ട് ഇതിന് ബന്ധമുണ്ടല്ലോ. അല്ലല്ല, അതായത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിന് നോട്ട് നിരോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര ഒരു തയ്യാറെടുപ്പില്ലാതെ പെട്ടെന്ന് കറൻസി നോട്ട് പോലും പ്രിന്റ് ചെയ്ത് വയ്ക്കാതെ പെട്ടെന്ന് നടപ്പിലാക്കിയ ഒരു നടപടിയാണ്. ഇതങ്ങനെയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന് കുറേ അധികം തയ്യാറെടുപ്പുകൾ നടക്കുന്നു. പിന്നെ ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്ത് ഏതാണ്ട് 2000-ഓളം കമോഡിറ്റികളുടെ വില നിശ്ചയിക്കേണ്ട ഒരു സാഹചര്യത്തിൽ, അതോടൊപ്പം ഇത്രയും സംസ്ഥാനങ്ങളുള്ള സാഹചര്യത്തിൽ, ഇത്രയും ചെക്ക് പോസ്റ്റുകളുള്ള സാഹചര്യത്തിൽ ഇവിടെ ഇതൊക്കെ ഈ തരത്തിലുള്ളൊരു വലിയൊരു കാര്യം നടപ്പിലാക്കാനായിട്ടുള്ള ഒരുപാട് പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ കാണാത്ത പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അതിജീവിക്കണം. ആദ്യത്തെ ഒരു ഫേസിൽ ഇത് ഒരു ട്രാൻസിഷൻ ഫേസിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. എങ്കിലും ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ഒരു നേരായ അല്ലെങ്കിൽ ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ഷനിലാണ് ഈ നടപടികൾ നീങ്ങുന്നു എന്നുള്ള വിലയിരുത്തലാണ് എനിക്കുള്ളത്. ശരി, എന്തായാലും ഏത് പുതിയ നടപടികൾ പ്രഖ്യാപിക്കുമ്പോഴും അത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുമ്പോഴും അത് ദീർഘവീക്ഷണത്തിൽ അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ വലിയ ഗുണകരമാകും എന്നുള്ള അവകാശവാദങ്ങളാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. പക്ഷേ സമീപ ഭാവിയിലെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ തിരിച്ചറിയേണ്ടത്. ഡോക്ടർ KN ഹരിലാൽ, ഇപ്പോൾ ഡോക്ടർ BA പ്രകാശ് പറഞ്ഞ ആ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വീണ്ടും അത് വിദൂര ഭാവിയിൽ നമുക്ക് ഗുണകരമാകും എന്നുള്ളിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിന് ഏതേത് മേഖലകളിലാണ് ഇത് സ്പെസിഫിക്കായി അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതമുണ്ടെങ്കിൽ അത് എവിടെയാണ് ഉണ്ടാകുക എന്നുള്ളത് പ്ലാനിംഗ് ബോർഡ് അംഗം കൂടിയായ താങ്കൾ ചൂണ്ടിക്കാട്ടുക. ഇപ്പോൾ കേരളം അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു വലിയ നഷ്ടം അവർക്ക് നികുതി കുറയ്ക്കാനും കൂട്ടാനുള്ള അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഫെഡറൽ വ്യവസ്ഥയിൽ സംസ്ഥാനങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട അധികാരമായിരുന്നു അവരുടെ അധികാര മേഖലയിൽ അവർക്ക് നികുതി കൂട്ടാനും കുറയ്ക്കാനും ഉള്ള അധികാരം. ആ അധികാരം ഇപ്പം ഇതോടുകൂടി പൂർണ്ണമായിട്ടും ഇല്ലാതായി. ഇപ്പോൾ ഈ മന്ത്രിമാരുടെ കൗൺസിലിലാണ്, GST കൗൺസിലിലാണ്
നികുതി നിരക്കിൽ മാറ്റം വരുത്താനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കില്ല. അപ്പോൾ സംസ്ഥാന ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പുതിയ നികുതി നിർദ്ദേശങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ആ സാധ്യത ഇല്ലാതാവുകയാണ്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ സംഭവിക്കുന്ന ഒരു നഷ്ടമാണ്. ഫെഡറൽ വ്യവസ്ഥയിൽ അത് തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ നഷ്ടമാണ്. പക്ഷേ ഇവിടെ സ്പെസിഫിക്കായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ഞാൻ കാണുന്നത്, ഇതുവരെ നമുക്ക് ഈ സേവന നികുതികളുടെ മുകളിൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. സേവന നികുതിയിൽ നിന്ന് കാര്യമായിട്ടുള്ള വരുമാനം, സർവീസ് ടാക്സിൽ നിന്ന്, സർവീസുകളുടെ മുകളിലുള്ള ടാക്സിൽ നിന്ന് നമുക്ക് കാര്യമായിട്ടുള്ള വരുമാനം ഉണ്ടാകുമായിരുന്നില്ല. GST നടപ്പിലാക്കുന്നതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റിന് സേവനങ്ങളുടെ മുകളിലുള്ള നികുതി കൂടെ വരും എന്നുള്ളത് ഏറ്റവും വലിയ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിനെ ഏറ്റവും സഹായിക്കുന്ന കാര്യമാണ്. കാരണം കേരളം സേവന പ്രധാനമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മുടെ സമ്പദ്ഘടനയിലെ മൊത്തം സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 70% സേവനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് സേവനങ്ങൾ വാങ്ങപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് സേവന നികുതി നമുക്ക് ഒരു വലിയ ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ വരുമാനം നൽകുന്ന, കേരളത്തിൻ്റെ നികുതി ഘടനയെ കൂടുതൽ ഡൈനമിക് ആക്കുന്ന ഒരു ഘടകമായിരിക്കും. അത് ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. പിന്നീട് ഇവിടെ കേരളത്തിൽ GSTയുടെ വരവിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, കേരളം ഉപഭോഗ സംസ്ഥാനമാണ്. നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് വിൽക്കപ്പെടുന്ന ഒരു കൺസ്യൂമർ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് ഈ പുതിയ നികുതി ഘടന കേരളത്തിന് കൂടുതൽ സഹായകരമാവും. പക്ഷേ ഇതൊക്കെ നമുക്ക് ഈ വർഷം പെട്ടെന്ന് കിട്ടുന്ന നേട്ടങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു ചാടി ഒരു കൺക്ലൂഷനിലേക്ക് പോകാൻ പാടില്ല. ഈ വർഷവും ഒരുപക്ഷെ അടുത്ത വർഷത്തെ ആദ്യപാദവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്ന സങ്കീർണമായിരിക്കാം. വരുമാനം കുറയാനുള്ള സാധ്യതയെല്ലാം, കോമ്പൻസേഷൻ വാങ്ങിക്കേണ്ട സ്ഥിതി ഉണ്ടാവാം. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പ്രത്യേകതകൾ കാരണം, പ്രത്യേകിച്ചും സേവന മേഖല എടുത്തു പറയുന്നു, കേരളത്തിന് ഈ പുതിയ നികുതി സമ്പ്രദായം വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ ദോഷം ചെയ്യണമെന്നില്ല. ഡോക്ടർ BA പ്രകാശ്, ഈ കാര്യത്തിൽ ഒരു സംശയമുള്ളത്, ഒരുപക്ഷെ താങ്കൾ കാണുന്ന പോസിറ്റീവ് വശത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ഉണ്ടാകുന്ന ഗുണം ആണിപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഹരിലാൽ ചൂണ്ടിക്കാട്ടിയത്. ഈ സേവനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു നേട്ടം കൂടി അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. പക്ഷേ ഈ സേവനം ഇത് തന്നെയാണ്, ഈ സേവനമാണ് രാജ്യത്ത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടത് എന്നൊരു കേന്ദ്ര സർക്കാർ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യേണ്ട, ഇതിൻ്റെ മൂല്യമുണ്ടാകുക. ഈ നമ്മുടെ സേവനങ്ങൾക്കും നമുക്കുണ്ടാകുന്ന വിവരത്തിനും നമുക്ക് കൊടുക്കാൻ വച്ചിരിക്കുന്ന സേവനത്തിനും ആവശ്യക്കാരുണ്ടാകേണ്ട നയങ്ങളാണ് കേന്ദ്രത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതി പോലെ തന്നെ തുടരും എന്ന് പ്രതീക്ഷിക്കാനാകുമോ ഒരു സമ്പദ് വ്യവസ്ഥിതിയിൽ? അതായത് ഇതിനെ ഞാൻ കാണുന്നത്, അതായത് ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു ടാക്സ് സംവിധാനം, അതുപോലെ അതായത് ടാക്സ് നിരക്കുകൾ, ചരക്കുകളുടെ മൂവ്മെൻറ്റുകൾ, അതോടൊപ്പം തന്നെ ഈ ചൂണ്ടിക്കാണിച്ച ഈ സേവന നികുതിയുടെ ഒരു വിഹിതം നമുക്ക് കിട്ടുന്ന ഒരവസ്ഥ, തീർച്ചയായിട്ടും നാളെ മുതൽ അത് സംസ്ഥാനത്തിന് വളരെ ഗുണകരമാകും, അത് പോസിറ്റീവ് ആകുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ കേരളം ആണ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മളിവിടെ കാര്യമായിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സോ മറ്റ് ഗുഡ്സോ കൺസ്ട്രക്ഷൻ മെറ്റീരിയലോ ഒന്നും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ മെച്ചപ്പെട്ട പ്രോഡക്ട്സ് കുറെ കൂടെ കുറഞ്ഞ വിലയ്ക്ക് നമുക്കിവിടെ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് മെച്ചമായിട്ടുള്ളൊരു കാര്യമാണ്, അതിനകത്ത് സംശയമില്ല. രണ്ടാമത്, സ്റ്റേറ്റിൻ്റെ വരുമാനം, നികുതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പ്രത്യേകിച്ച് ഈ സർവീസ് ടാക്സിൽ നിന്ന് കിട്ടുന്ന ഷെയറും എല്ലാം വരുമ്പോൾ സാധാരണ കിട്ടാവുന്ന ഒരു വരുമാനത്തെക്കാളും മെച്ചമായിട്ടുള്ളൊരു വരുമാനം വരുന്നു. അപ്പോൾ സംസ്ഥാനത്ത് കൂടുതൽ മെച്ചമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നു ജനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ നികുതിയിൽ മെച്ചമായ ഒരു മാറ്റം വരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ, കോട്ടങ്ങളും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ ചെറുകിട മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചില മേഖലകളിൽ അവർക്ക് ചില ദോഷങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് ചിലത് എന്നുള്ളതല്ല ഡോക്ടർ BA പ്രകാശ്, അതൊരു വലിയ സമൂഹമല്ലേ, അത് ചില മേഖലകളിൽ. എന്നാൽ മൊത്തത്തിൽ ഈ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച ആനുകൂല്യം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് കിട്ടുന്നതല്ലേ.
പിന്നെ ഇതിലെ ഒരു ദോഷമായിട്ട് ഞാൻ കാണുന്നത്, ഇന്ത്യ പോലുള്ള ഇത്രയും വലിയൊരു സംസ്ഥാനത്ത് ഈ കേരളത്തിലെ ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഈ വേജ് റേറ്റ് വളരെ കൂടുതലാണ്, നമ്മുടെ മറ്റ് ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലായതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് പല സാധനങ്ങളും കോമ്പറ്റീറ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കേരളത്തിന് കഴിവില്ലാതെ വരുന്ന ഒരു ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം കൂടെ ഞാൻ ഈ നികുതി പരിഷ്കരണത്തിൽ ഞാൻ കാണുന്നു എന്നുള്ളതാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ മേരി ജോർജ്, അങ്ങയിലേക്ക് വരുന്നതിന് താമസിച്ചതിന് ആദ്യം ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചർച്ച ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. താങ്കൾ ഒരുപക്ഷെ ഇതിന് വിശാലമായ അർത്ഥത്തിലുള്ള മറുപടികൾ പറയുന്നതിന് താങ്കൾക്ക് സാധിക്കുമായിരിക്കാം. പക്ഷെ നമുക്കിപ്പോൾ വരേണ്ട സ്പെസിഫിക്കായ ഒരു ഉത്തരം ഇതുവരെ നടന്ന ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് ഫെഡറൽ അധികാരങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് എത്ര ഗുണവും ദോഷവും പറഞ്ഞാലും ഈ GST പ്രഖ്യാപിക്കപ്പെടുന്നതിലൂടെ വരുന്നത് സാമ്പത്തിക മേഖലയിൽ. അപ്പോൾ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ ചരക്കും സേവനവും നൽകാൻ സാധിക്കുന്ന തരത്തിൽ പ്രാപ്തമല്ലാത്ത അവസ്ഥയാണെന്നുള്ളത് നമുക്കറിയാം. അവർക്കെല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു നികുതി വിഹിതങ്ങൾ നൽകുന്നതനുസരിച്ചൊക്കെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ ഇവിടെ ഏത് രീതിയിലാണ് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുക ഈ പുതിയ സമ്പ്രദായം വരുമ്പോൾ? അതായത് ഈ പുതിയ സമ്പ്രദായം വരുമ്പോൾ ഫെഡറൽ സംവിധാനത്തിനെ തകിടം മറിക്കുന്ന ഒന്നാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഡോക്ടർ പ്രകാശ് പറഞ്ഞതുപോലെ തന്നെ സേവന നികുതി പിരിക്കുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ മാത്രം പ്രറോഗേറ്റീവ് ആയിരുന്നു ഇന്ന് വരെ. നാളെ മുതൽ സേവന നികുതിയിലും ഈ അപ്പോർഷനിങ്, അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ മെച്ചപ്പെട്ട ഫെഡറൽ റിലേഷനാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇനി ഈ നേരത്തെ പറഞ്ഞതുപോലെ ലാൽ സൂചിപ്പിച്ചതുപോലെ പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലും കിട്ടുമായിരുന്ന, ഉദാഹരണത്തിന് ഇപ്പം സ്പെഷ്യലി ഫിനാൻഷ്യലി ധനപരമായിട്ട് ബുദ്ധിമുട്ടിലായ സംസ്ഥാനങ്ങൾക്ക് കിട്ടുമായിരുന്ന കൺസെഷൻ, അങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ആനുകൂല്യങ്ങൾ ഇനിയും പുനഃസ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. കേന്ദ്രത്തിനാണ് വരുമാനം വളരെ കൂടുതലായിട്ട് കിട്ടുന്നത് എന്ന് വന്നാൽ. അതുമാത്രവുമല്ല, അടുത്ത 5 വർഷത്തേക്ക് ഈ കാരണം കൊണ്ട് വരുന്ന നഷ്ടം, സംസ്ഥാനങ്ങൾക്ക് വരുന്ന നഷ്ടം ദൂരീകരിക്കാം അല്ലെങ്കിൽ നികത്തി കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ചെറുകിട വ്യവസായങ്ങളെ പറ്റിയും വ്യവസായ സമൂഹത്തെ പറ്റി പറഞ്ഞു. ശരിയാണ്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വ്യാപാരം ചെയ്യപ്പെടുന്നതും ചെറുകിട മേഖലയിലാണ്. പക്ഷെ അവരെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ 20 ലക്ഷം വരെ വിറ്റുവരവുള്ള വ്യാപാരി വ്യവസായികളെ ടാക്സ് നെറ്റിൻ്റെ പുറത്ത് നിർത്തിയിരിക്കുന്നത്. 20 ലക്ഷം മുതൽ 75 ലക്ഷം വരെ ഉള്ളവർ അനുമാന നികുതിയാണ് കൊടുക്കേണ്ടത്. അനുമാന നികുതി ആണെങ്കിൽ തന്നെ വ്യാപാരികൾ കൊടുക്കേണ്ടത് 8% മാത്രവും വ്യവസായികൾ കൊടുക്കേണ്ടത് 2% മാത്രവുമാണ്. സാധാരണ രീതിയിൽ GST ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇവരൊക്കെ ഇതിനേക്കാൾ കൂടുതൽ നികുതി കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ അതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെയാണെന്ന് ഡോക്ടർ മേരി ജോർജ് പറയുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അവിടെ ഒരു സംശയം വീണ്ടും ഉയരുന്നത് ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന അവകാശ നിഷേധമല്ല എന്ന് പറയുമ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഇനിയും പുനഃസ്ഥാപിക്കാവുന്നതേ ഉള്ളൂ, അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിന് വേണമെങ്കിൽ അത് പുനഃസ്ഥാപിക്കാവുന്നതേ ഉള്ളൂ എന്നങ്ങ് പറയുമ്പോൾ തന്നെ ഇപ്പോഴുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ സേവനവും ചരക്കും അത് മനസ്സിലാക്കി, യാഥാർത്ഥ്യം മനസ്സിലാക്കി നികുതി ഇളവുകളും നികുതി വർധനവും വരുത്തുന്നതിന് സാധിക്കുമായിരുന്നു. അതൊരു മത്സരത്തിന് മറ്റു സംസ്ഥാനങ്ങളിൽ കച്ചവടം നടത്തുക എന്ന് പറയുന്നതിനൊരു ബാർഗെയിനിങ് കപ്പാസിറ്റിയുടെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ. അതിന് സാധിക്കുമായിരുന്നു. ഒരു കച്ചവടം നടത്തുന്നതിന് സാധിക്കാത്ത തരത്തിൽ അവരുടെ കഴിവുകളും കഴിവില്ലായ്മയും ഒരുപക്ഷെ വലിയ കഷ്ടതയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് കാരണമാകില്ലേ? അത് 5 വർഷം കഴിഞ്ഞോ പിന്നീട് ചർച്ച ചെയ്തോ തീരുമാനിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, തയ്യാറെടുപ്പുകൾ ഇല്ലാതെ ഉണ്ടാകുന്ന ഇത്തരം നഷ്ടങ്ങൾ പല ജീവിതങ്ങളും തൊഴിലുകളും നശിപ്പിക്കില്ലേ? അങ്ങനെ നശിപ്പിക്കുകയല്ല ചെയ്യുക. സത്യം പറഞ്ഞാൽ ടാക്സ് കോമ്പറ്റീഷൻ ഇല്ലാതെയാകുന്നു. ടാക്സ് കോമ്പറ്റീഷൻ നിലനിന്നതുകൊണ്ടായിരുന്നു ഒരു പരിധി വരെ കേരളം ഒരു ബിസിനസ് ഫ്രണ്ട്ലി സംസ്ഥാനം അല്ലാതിരുന്നത്. ഇപ്പോൾ ടാക്സ് കോമ്പറ്റീഷൻ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ
തീർച്ചയായിട്ടും കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾക്ക് വന്നെത്താനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ഇതുപോലെയുള്ള അതായത് ബിസിനസ് സൗഹൃദമല്ലാതിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലേക്കും ടാക്സ് കോമ്പറ്റീഷൻ ഇല്ലാതെ വരുമ്പോൾ വ്യവസായങ്ങൾ എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് കേരളത്തിനും അതുപോലെയുള്ള സംസ്ഥാനങ്ങൾക്കും മെച്ചപ്പെട്ട അവസ്ഥ സംജാതമാകും എന്ന് വേണം. അതായത് ആഗോള തലത്തിൽ 150-ലേറെ രാഷ്ട്രങ്ങളിലെ ഈ GST നടപ്പിലാക്കി അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഇത്തരക്കാരെ ദോഷകരമായിട്ട് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ KN ഹരിലാൽ, ഒരുപക്ഷെ ഈ നികുതിയുടെ പ്രശ്നം കൊണ്ടാണോ ഇപ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ വ്യവസായങ്ങൾ വരാതിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വ്യവസായങ്ങൾ ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുകയോ ചെയ്യുന്നത്? അതിന് മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ എവിടെയും വ്യവസായവും കച്ചവടവും നടക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നത് ഈ പുതിയ സംവിധാനത്തിൽ അങ്ങനെ ഒരു മത്സരം ഇല്ലാതാക്കുന്നതിലൂടെ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും നികുതി ഘടന മാത്രമല്ല സംസ്ഥാനങ്ങളിൽ വ്യവസായം വരുന്നതിൻ്റെ അടിസ്ഥാനം. ഇവിടെ ഡോക്ടർ ആൽവിൻ പ്രകാശ് പറഞ്ഞതുപോലെ മറ്റ് ഘടകങ്ങൾ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, വേജ്, നാച്ചുറൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, ഇതെല്ലാം തന്നെ വ്യവസായത്തിൻ്റെ ലൊക്കേഷനെ എവിടെ വ്യവസായം വെക്കണമെന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിനെ പരിശോധിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ പ്രതികരണത്തിനോട് പ്രതികരിക്കുമ്പോൾ, അതായത് ഫെഡറൽ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നില്ല എന്നാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. കാരണം നമുക്കിപ്പോൾ കോമൺ ടാക്സിലേക്ക് പോവുകയാണല്ലോ. ഒരേ ഒരു നികുതിയെ പറ്റൂ. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന്, നാളെ വരുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കേരളത്തിലെ ചില ഉൽപ്പന്നങ്ങൾക്ക്, ഇപ്പോൾ ബീഡി, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ, അതല്ലെങ്കിൽ കേരളത്തിൻ്റേതായിട്ടുള്ള ഇപ്പോൾ റബ്ബർ ഷീറ്റ്, ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നികുതി വെക്കണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുകയും കേരളത്തിൻ്റെ ധനമന്ത്രിക്ക് തോന്നുകയും ചെയ്താൽ അത് കേവലം തോന്നലായിട്ടിരിക്കും എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമല്ലേ? അതായത് കേരള നിയമസഭയ്ക്ക് ഈ കാര്യങ്ങളിലൊന്നും GST നിരക്കുകൾ മാറ്റാനുള്ള അധികാരമില്ല. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഈ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരുകൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഈ നികുതി ഘടന എല്ലാ അർത്ഥത്തിലും തെറ്റാണെന്നുള്ളതല്ല. അതാണ് പക്ഷേ ഫെഡറൽ അധികാരം, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നികുതി വെക്കാനുള്ള അധികാരം ഏതെങ്കിലും ഒരു മേഖലയെ പ്രത്യേകമായിട്ട് അനുകൂലിക്കുന്നതിനോ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയ്ക്ക് എതിരായിട്ടുള്ള നിലപാടെടുക്കുന്നതിനോ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കഴിയാതെ വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് ഏറ്റിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അധികാരത്തിലുണ്ടായിരിക്കുന്ന കുറവ് എന്നുള്ള നിലയിൽ പറഞ്ഞു. യെസ്, സംസ്ഥാന ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഡോക്ടർ തോമസ് ഐസക്, GST ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോൾ ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. GST വരുന്നതോടുകൂടി തന്നെ ഈ GSTയിലേക്കുള്ള മാറ്റം വളരെ സ്മൂത്താണ് എന്നാണ് കേന്ദ്രം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്ര സ്മൂത്തായിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറുന്നത്? ആ വാദം ശരിയാണോ? അല്ല, സ്മൂത്തല്ല. രാഷ്ട്രീയമായിട്ടും അതിൻ്റെ നിയമപരമായിട്ടും സംഘടനാപരമായിട്ടും ഒരു സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷനല്ല. രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷങ്ങൾ ഈ അർദ്ധരാത്രി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത്. ചിലപ്പോൾ ചിലർ പങ്കെടുത്തേക്കാം, പക്ഷേ പൊതുവിലില്ല. വേറൊന്നും കൊണ്ടല്ല, ഇത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു വിമർശനമാണ് പ്രതിപക്ഷത്തു നിന്നുള്ളത്. GST പ്രധാനപ്പെട്ട ഒരു നികുതി പരിഷ്കാരമാണെങ്കിലും ഈ പറയുന്ന പോലൊരു കേമത്വമില്ല. കാരണം 2% വരുമാനം കുതിച്ചുയരാൻ പോകുന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. രണ്ടാമത് വേറൊരു പ്രശ്നമുണ്ട്. ഈ അർദ്ധരാത്രി ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമല്ല ഇന്ത്യ രാജ്യത്ത് നിന്നുള്ളത്. മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ ആർക്കും കുത്തിക്കൊല്ലാം, ലിഞ്ച്. ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയതയ്ക്ക് നേരെയുള്ളൊരു വെല്ലുവിളിയാണ്. ഇന്ത്യൻ ദേശീയതയെ പുനർനിർവചിച്ചു കൊണ്ടിരിക്കുകയാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ.
ലോകമെമ്പാടും ഇതിൻ്റെ പ്രതിഷേധം ഉയരുകയാണ്. ഈ സന്ദർഭത്തിൽ അതിനോടൊപ്പം പങ്കുചേരാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയത്തിൻ്റെ വശം. സംഘാടനപരമായിട്ട് GST റിട്ടേണുകൾ തയ്യാറായിട്ടില്ല, GST ബില്ല് തയ്യാറായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് നിരക്കുകളെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്രക്ക് സ്മൂത്താണെന്ന് പറയാൻ കഴിയും. തീർച്ചയായും ഡോക്ടർ തോമസ് ഐസക്, സ്മൂത്ത് അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് സ്മൂത്ത് ആക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അങ്ങയെപ്പോലുള്ളവർ പല ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ വിളിച്ചുകൂട്ടിയ ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും അവസാനം ഇത് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് അതൊന്നും കേൾക്കാതെ ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസിഷനിലേക്ക് പോകുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, പരിപൂർണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിന് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണേ. അത് ഇപ്പോൾ നോട്ട് നിരോധനമൊക്കെ പോലെ ആഘോഷിച്ചതുപോലെ ആഘോഷിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലത്. അതാ ഞാൻ പറയാം. സോ അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇടപെടൽ, അതിന് നിന്ന് കൂട്ടുനിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ കാര്യങ്ങൾ നമുക്ക് ഗൗരവമായി ചർച്ച ചെയ്ത് അതിൻ്റെ പോരായ്മ നികത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നും കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനൊപ്പം സഹകരിക്കും. ഡോക്ടർ തോമസ് ഐസക്, അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് അനുസരിച്ച് ഈ GST എന്ന് പറയുന്ന ആശയത്തോടല്ല എതിർപ്പ്, അത് ഓപ്പറേഷണലൈസ് ചെയ്യുന്ന, അത് നടപ്പിലാക്കുന്ന ഒരു രീതി, ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചു വരുന്ന ആ രീതി, ആ നടപ്പിലാക്കുന്ന ഒരു ശൈലി, അതിനോടാണ് പ്രധാന എതിർപ്പ് എന്നാണോ? ഞാൻ വാറ്റ് നികുതി വന്നപ്പോൾ അതിനെ കഠിനമായി എതിർത്ത ഒരാളാണ്. നിയമസഭയിൽ എൻ്റെ പ്രസംഗങ്ങളിൽ അത് കൃത്യമായിട്ട് കാണാം. അതിപ്പോഴും നിയമസഭയിൽ പലരും പറയാറുണ്ട്, നിങ്ങളത് എതിർത്തല്ലേ, എന്നിട്ടിപ്പോൾ GSTയുടെ പുറകെ പോകുന്നത് എന്ത് എന്ന്. അന്ന് വാറ്റിനെ എതിർത്തെങ്കിലും വാറ്റ് യാഥാർത്ഥ്യമായി. കേരളം എതിർക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ നികുതി അധികാരത്തെ കവർന്നെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വാറ്റ് തന്നെ സംസ്ഥാനത്തിൻ്റെ നികുതി അധികാരത്തെ ഗണ്യമായിട്ട് കവർന്നെടുത്ത് കഴിഞ്ഞു. അപ്പോഴാണ് GST വരുന്നത്. GST എന്ന് പറഞ്ഞാൽ വാറ്റ് പ്രിൻസിപ്പിൾ, വാറ്റ് നികുതി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാക്കൽ മാത്രമാണ്. രണ്ടാമതും കൂടിയുണ്ട്, മറ്റ് നികുതികൾ ഇത് ലയിപ്പിക്കുന്നു. പക്ഷേ വാറ്റിൻ്റെ നികുതി ആദർശം ഇന്ത്യയിൽ മുഴുവൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള വാറ്റ് സംസ്ഥാന അതിർത്തിക്കുള്ളിലാണ്. അതിന് പകരം വാറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിരിക്കേണ്ട നികുതി മുഴുവൻ സർക്കാരിന് കൊടുക്കണ്ട, നിങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ കൊടുത്ത നികുതി കിഴിച്ച് ശിഷ്ടം വരുന്നു നൽകിയാൽ മതി. ഇതാണ് വാറ്റിൻ്റെ ആദർശം. ഇത് ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് ആരംഭിക്കുകയുള്ളൂ. ഇതിപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാക്കി. അപ്പം അതുകൊണ്ട് വാറ്റിൻ്റെ ഒക്കെ വലിയൊരു ഭീകര സംഭവമല്ല ഈ നടക്കുന്നത്. വാറ്റ് വന്നപ്പോൾ നികുതി അധികാരം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗണ്യമായി നഷ്ടപ്പെട്ടു. ഇതിപ്പോൾ നികുതി ഈ GST വന്നപ്പോൾ ഭരണഘടനയിൽ തന്നെ ആ വ്യവസ്ഥ കയറി വരുന്നു. അപ്പോൾ അതുകൊണ്ട് വാറ്റിൻ്റെ കാലത്തുനിന്ന് പോലെ ഇതിനെ ചാടി എതിർക്കാൻ പോയിട്ടില്ല. അതേസമയം ഈ സംസ്ഥാനത്തിൻ്റെ അധികാരം പരമാവധി രക്ഷിക്കാൻ വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ വെച്ചു. ആ ഒരു നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനം നികുതി ഭരണം, അതിന് സംസ്ഥാനത്തിന് കൂടുതൽ പങ്ക് വേണം. 2, സംസ്ഥാനത്തിൻ്റെ GST നിരക്ക് അത് ഏകീകൃത നിരക്കാവേണ്ട ആവശ്യമില്ല. ഒരു ബാൻഡ് 1-2% കൂടുതലോ കുറവോ ആകാം. 3, GST നികുതി ഇപ്പോൾ തുല്യമായിട്ടാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വീതം വെക്കുന്നത്. അത് തുല്യമായിട്ടല്ല, 60% സംസ്ഥാനത്തിന് വേണം. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ ഈ GST സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളെ പൂർണ്ണമായി കവരുന്നതിന് തടയിടാൻ പറ്റും. എന്നാൽ ആദ്യം പറഞ്ഞ നികുതി ഭരണത്തിൽ നമുക്കൊരു സ്ഥാനം കിട്ടിയെങ്കിലും പിന്നീട് വന്ന 2 കാര്യങ്ങളും തള്ളപ്പെട്ടു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ബംഗാൾ ധനമന്ത്രി എംപവർഡ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നപ്പോൾ ഞങ്ങൾ ഇരുവരും കൂടി ആലോചിച്ച് ഇത് എംപവർഡ് കമ്മിറ്റിയുടെ തീരുമാനമാക്കിയതാണ്. തമാശ എന്ന് വെച്ചാൽ അന്ന് BJPക്കാർ ഈ സംസ്ഥാനത്തിന് അധികാരം കവരുന്നു എന്ന് പറഞ്ഞ്
GST തീരുമാനങ്ങളെ മുഴുവൻ അവസാനം അട്ടിമറിച്ചത് കൊണ്ടാണ് UPA സർക്കാരിൻ്റെ കാലത്ത് നികുതി വരാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ അധികാരത്തിൽ വന്ന് GST നടപ്പാക്കുമ്പോൾ പഴയ തത്വം നമ്മൾ വീണ്ടും പറയണത്, നിങ്ങളന്ന് സംസ്ഥാനത്തെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞാണല്ലോ, ഇത് രണ്ടും കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് തള്ളിക്കളയുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ എതിർപ്പ്. ഇതാണ് ഈ എതിർപ്പ് നമ്മൾ വെക്കും, തുറന്നു പറയും, പ്രചരിപ്പിക്കും. പക്ഷേ അതോടൊപ്പം ഇത് പ്രായോഗികമായിട്ട് കൂടുതൽ അനുകൂലമായിട്ട് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്യും. തീർച്ചയായും ഡോക്ടർ ഐസക് അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനെ കാണുന്നവർ ഉണ്ട്. ഇവിടെ ഒരുപാട് നിരീക്ഷിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ BJPയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങളെ പോസിറ്റീവായി കാണുന്ന പലരും പറയുന്നത് ഡോക്ടർ ഐസക് പല ചർച്ചകളിലും ചൂണ്ടിക്കാട്ടി ഇത് നിരീക്ഷിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്, ഡോക്ടർ ഐസക് ഹാപ്പിയാണ്. കയ്യും കെട്ടി ഇരുന്നാലും 14% നികുതി കിട്ടും. ഇതാണ് അവർ ഡോക്ടർ ഐസക്കിൻ്റെ മനസ്സിലിരിപ്പായി നിരീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു തൃപ്തിയിലാണോ താങ്കൾ? അങ്ങനെ അതുകൊണ്ട് തൃപ്തനാണോ താങ്കൾ ഇങ്ങനെ ഒരു അവസ്ഥയുള്ളത് കൊണ്ട്? നമ്മൾ കരയേണ്ട കാര്യം എന്തെന്ന് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് അതുകൊണ്ട് പോകാമെന്നുള്ളതല്ലേ. ഇപ്പോൾ വാറ്റിന് എതിർത്തു. പക്ഷേ ഈ വാറ്റ് നികുതി ഏറ്റവും നന്നായി നടപ്പാക്കിയത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ ഞങ്ങൾ 20% വെച്ച് ഓരോ വർഷവും നികുതി ഉയർത്താൻ കഴിഞ്ഞത്. ഇതുപോലെ GSTയുടെ വിമർശനം എല്ലാം വെക്കും. എന്തെല്ലാം അനുകൂലമായിട്ട് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇതിനേക്കാൾ എത്രയോ നന്നാക്കാമായിരുന്നു. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഇതുപോലെ വിലങ്ങിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വിമർശനങ്ങളൊക്കെ തുടരുമ്പോൾ തന്നെ GST നടപ്പാക്കണം. കേരളത്തിന് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. വെറും രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ട് വസ്തുതകളെ മറച്ചു വെക്കുന്ന ഏർപ്പാടില്ല. അത് നല്ല കാര്യം, നല്ലതെന്ന് പറയും. കേരളത്തിന് ഗുണമുണ്ട്, അതെന്താ കുഴപ്പം? ഇപ്പോഴല്ല, എല്ലായ്പ്പോഴും പറയും. അത് UPA കോൺഗ്രസ് ഭരിച്ചപ്പോഴും പറഞ്ഞ് ഇപ്പോഴും പറയുന്നു. BJP പറഞ്ഞുകൊണ്ട് വാക്ക് മാറുന്ന ഏർപ്പാടില്ല. BJP അങ്ങനെയല്ലായിരുന്നു കേട്ടോ. BJP ഈ കഴിഞ്ഞ മോഡി തെരഞ്ഞെടുപ്പില്ല, അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ GST കൊണ്ടുവന്ന് എഴുതിയ ഏക പാർട്ടി അവരാണ്. കോൺഗ്രസ് പോലെ എഴുതി വെച്ചാൽ എന്താ വിട്ടുപോയത് എനിക്കറിയത്തില്ല. എന്നിട്ട് തോറ്റുപോയി, പ്രതിപക്ഷത്തായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തായി കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ GST ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സഹകരിച്ചു. അവസാനം എത്തിയപ്പോൾ പാലം വലിച്ചു, GSTയെ പൊളിച്ചു. ഇന്നിപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ അത് ഏറ്റവും കേമം, രാജ്യത്തിന് 2ാം സ്വാതന്ത്ര്യ ദിനം, പുതിയ യുഗം പിറക്കുന്നു. ഈ ഏർപ്പാട് ഞങ്ങൾക്കില്ല. ശരി ഡോക്ടർ ഐസക്, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ BA പ്രകാശ്, ഇപ്പോൾ ഡോക്ടർ ഐസക് ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളും ഈ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ എത്രമാത്രം GST വേണ്ട രീതിയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഇവിടെ അതാണല്ലോ നമ്മൾ കുറച്ച് മുമ്പേ ചർച്ച ചെയ്തതും. അപ്പോൾ അതിനകത്ത് ഈ GSTയിൽ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണാതിരിക്കുക, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക, അവർക്ക് കൂടുതൽ വിഹിതത്തിനുള്ള അവസരമുണ്ടാക്കുക എന്നുള്ളത്. അത് നിരാകരിക്കുന്നത് ഇപ്പോൾ തന്നെ, തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നത് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന GSTയുടെ സംസ്ഥാനങ്ങൾക്ക് മേലുള്ള കൂടുതൽ കടുത്ത ഇടപാടുകളുടെ സൂചനയല്ലേ? അതായത് ഈ നടപടി മൂലം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ നികുതി അധികാരത്തിൽ ഒരു പരിധിവരെ കൈകടത്തുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ എന്താണ്? അതായത് അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം ഇപ്പോൾ തന്നെ ഈ GST കൗൺസിലും മറ്റ് സംവിധാനങ്ങളിലും ഉണ്ട്. അതിൽ ഫലപ്രദമായിട്ട് കേരളം ഇടപെട്ടു. അങ്ങനെ ഫലപ്രദമായിട്ട് ഇടപെട്ട് കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഇത് വലിയ കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഇപ്പം തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ രാഷ്ട്രീയം പറയാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾ ചെയ്ത മെച്ചമാണ്, മറ്റൊരു ഇതിനകത്ത് ആ മെക്കാനിസം ഉണ്ടെന്നല്ല ഡോക്ടർ ഐസക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം. ഈ മെക്കാനിസം ഉള്ളപ്പോൾ തന്നെയാണ് GST കൗൺസിലിൽ ഡോക്ടർ ഐസക് വേണ്ട രീതിയിൽ വാദിച്ചത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അവിടെ സംസ്ഥാനത്തിന് വേണ്ട രീതിയിലുള്ള അവകാശങ്ങൾ കൊടുക്കുന്നതിനോ വിഹിതം കൊടുക്കുന്നതിനോ തയ്യാറാകാതിരിക്കുകയാണല്ലോ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം അതല്ല. അതായത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈയടത്തിയെങ്കിലും ഏകപക്ഷീയമായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനം കേന്ദ്രത്തിന് എടുക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ ഉള്ളത്.
അതായത് സംസ്ഥാനങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും ഈ തീരുമാനമെടുക്കുന്നതിലുള്ള സമിതി നിയമപരമായിട്ട് രൂപീകരിക്കുകയും ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവ് സംവിധാനം ഇപ്പോൾ നിലവില്ലേ? ആ നിലവിലുള്ളത് കൊണ്ടാണല്ലോ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും അതിൻ്റെ ബേസിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അതെല്ലാം ഈ സംവിധാനം മോശമാണെന്ന് പറയാൻ പറ്റും. ഡോക്ടർ കെ എൻ ഹരിലാൽ, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും തൃപ്തിയോടുകൂടി തന്നെയാണോ ഇപ്പോൾ ഇതിനെ? ചില സംസ്ഥാനങ്ങളെ മന്ത്രിമാർ പറഞ്ഞത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി, മന്ത്രിമാർക്ക് പോലും അറിയില്ല GST എന്താണെന്ന്. അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? അവർ ഡോക്ടർ ഐസക് തന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതും നേരത്തെ എഴുതിയിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യം, അതായത് ഒരു ടാക്സ് ബാൻഡിൻ്റെ നിർദ്ദേശം കേരളം മുന്നോട്ട് വച്ചിരുന്നു. അത് അനുവദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിന് നികുതി ഘടനയിൽ ഇടപെടുന്നതിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാകുമായിരുന്നു. അത് UPA കാലത്ത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് കേരളം ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്, പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഡോക്ടർ പ്രകാശ്, താങ്കൾക്ക് ഡോക്ടർ കെ എൻ ഹരിലാൽ പറഞ്ഞ ആ മറുപടി ഈ പറഞ്ഞ കാര്യത്തിന് തൃപ്തിയാണെന്ന് കരുതിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് കേരളത്തിൻ്റെ പ്രധാന ആശങ്കകളെക്കുറിച്ച് ഒന്നുകൂടി ഡോക്ടർ ഐസക്കിലേക്ക് പോകാം. ഡോക്ടർ ഐസക്ക്, ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഈ ഏകീകൃത സ്വഭാവം നികുതിയുടെ കാര്യത്തിൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം അംഗീകരിച്ചില്ല. ഒപ്പം തന്നെ കേന്ദ്രത്തിനേക്കാൾ കൂടുതൽ ഒരു 60% സംസ്ഥാനങ്ങൾക്ക് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യവും അംഗീകരിക്കപ്പെട്ടില്ല. ആകെ വന്നത് ഈ നികുതി ഭരണത്തിലുള്ള ഒരു പങ്ക് മാത്രമാണ് എന്നുള്ളത് അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇതൊക്കെ കേരളത്തിൻ്റെ ആശങ്കകൾ ഏത് രീതിയിലാണ് കൊണ്ടുവരുന്നത്? കേരളത്തിന് സ്പെസിഫിക് ആയി ഇത് എവിടെയൊക്കെയാണ് ആശങ്കകൾ ഉണ്ടാക്കുന്നത്? ഒന്ന്, നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്ലൈവുഡ് പോലുള്ള വ്യവസായങ്ങൾക്ക് ഇതുമൂലം പ്രശ്നം വരും. നേരത്തെ 1.5 കോടി രൂപ വരെ എക്സൈസ് നികുതി ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ 75 ലക്ഷം രൂപ വരെ ഈ ഇളവ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലൈവുഡ് വ്യവസായങ്ങൾ പലതും ഈ ഘട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചില ചെറുകിട വ്യവസായങ്ങൾക്ക്, പ്രത്യേകിച്ച് നികുതി നിരക്ക്, GST നികുതി നിരക്ക് ഉയർന്നിട്ടുള്ള ചില വ്യവസായങ്ങൾ, അവർക്ക് പ്രയാസം വരും. ഇതാണ് ഒന്ന്. ടൂറിസത്തിന് നിശ്ചയമായിട്ട് തിരിച്ചടിയായിട്ട് മാറും. ഇന്നത്തെ ഈ ചട്ടമാണ് തുടരുന്നതെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിൻ്റെ നികുതി 18 28 അതുപോലെ 7500 രൂപയേക്കാൾ മുകളിലുള്ളതിന് മാത്രമാണ് 28% റൂം റെൻറ്റ് എന്നുള്ളതാക്കി. പക്ഷേ ഇപ്പോൾ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ടാരിഫ് നിരക്കുമ്പോഴാണ് നികുതി. അങ്ങനെയല്ല വാറ്റ് ചുമത്തിക്കൊണ്ടിരുന്നത്. ബില്ലും എഴുതുന്നതല്ലേ നികുതി. ഇന്ന് ടാരിഫ് വിലപേശി പലപ്പോഴും ഇളവ് കൊടുക്കും. ഓഫ് സീസണാണെങ്കിൽ ഇളവുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ടൂറിസത്തിന് തിരിച്ചടിയാവും. ആയുർവേദത്തിന് നികുതി കൂടുതലാണ്. അലോപ്പതിക്ക് തുല്യമായിട്ട് ആയുർവേദത്തെ കാണണം. ആയുർവേദത്തിലെ പൽപ്പൊടിയും മുഖത്തിലെ ക്രീമും അതിനൊക്കെ ഉയർന്ന നിരക്കാവട്ടെ, പക്ഷെ മരുന്നിന് നമുക്ക് വില കുറക്കാൻ പറ്റണം. കയറിന് 5% എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷെ ഇപ്പോൾ റേറ്റ് വന്നപ്പോൾ 12% അത് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ സംസ്ഥാനം നേരിട്ട് തന്നെ ആ നികുതി ഇളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ നികുതി കയറിന് തിരിച്ചു കൊടുത്തുള്ളൂ എന്നുള്ളതാണ് നിലപാട്. കൊടുക്കാം, അതിപ്പോൾ ആരുടെ ശുപാർശ വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതുപോലെ ഒട്ടനവധി ചെറിയ 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 കാര്യങ്ങളുണ്ട്. ഈ ഹോട്ടലിൽ നമുക്കവിടെ 0.5% ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ 5%. അപ്പോൾ ആൾക്കാരുടെ എല്ലാവരുടെയും ആദ്യം GST വരുമ്പോൾ മനുഷ്യന്മാർ തൊടാൻ പോകുന്നത്, പെട്ടെന്ന് അവരെ ബാധിക്കാൻ പോകുന്നത്, നമ്മൾ ചെറിയ കായ കുടിക്കുമ്പോൾ 5% നികുതി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് ഹോട്ടലുകാരോട് ചൂടായിട്ട് യാതൊരു കാര്യമില്ല. ഈ നികുതി സമ്പ്രദായം ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടേറെ. ശരി, ഞാൻ തിരിച്ചെത്താം. ഡോക്ടർ മേരി ജോർജ്, എന്താണ് ഈ കാര്യത്തിൽ കേരളം അനുഭവിക്കാൻ പോകുന്ന, വളരെ അടുത്ത് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളാണിത്? അതായത് ലാലെ, ഇത് കേരളം മാത്രം അനുഭവിക്കാൻ പോകുന്ന പ്രശ്നമല്ല, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും അനുഭവിക്കാൻ പോകുന്ന പ്രശ്നമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഗെയിൻ ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. ഇത് എനിക്ക് 6-7 മാസങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ കൃത്യമായി പറഞ്ഞാൽ 10 മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ വാക്കുകളായി എനിക്ക് വീണ്ടും ഓർമ്മ വരുന്നു. രാജ്യത്ത് അതിർത്തിയിലുള്ള പട്ടാളക്കാരെ ഓർത്ത്
നമ്മൾ പലതും സഹിക്കണമെന്ന് പറഞ്ഞവരുടെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞ വാചകങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് നേട്ടമുണ്ടാകാൻ ഇതും സഹിക്കണം എന്നാണോ ഡോക്ടർ മേരി ജോർജ് പറയുന്നത്? ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എഴുതാപ്പുറം വായിക്കാൻ ലാല് മിടുക്കനാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ മിടുക്ക് ഇവിടെ കാണിക്കണ്ട. ഡോക്ടർ മേരി ജോർജ് പറഞ്ഞു വരുന്നത് അതായത് ഈ കാര്യത്തിൽ ഇതേ വാചകം ഡോക്ടർ മേരി ജോർജ് എന്ന സാമ്പത്തിക വിദഗ്ധ എന്റെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ മേരി ജോർജിനോട് പറഞ്ഞത്. ശരി, ആ കോണ്ടെക്സ്റ്റ് അല്ല ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയെടുക്കുമ്പോൾ അർത്ഥങ്ങളൊക്കെ ഒത്തിരി മാറിപ്പോകും. അത് വിശദീകരിക്കാനാണ് ഡോക്ടർ മേരി ജോർജിനോട് ഞാൻ ചോദ്യം ചോദിച്ചത്. ഇവിടെ ഡോക്ടർ ഐസക് തന്നെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിക്കുക. ട്രഡീഷണൽ, അതായത് പരമ്പരാഗത വ്യവസായങ്ങളെ ഒരു പക്ഷേ GST അഡ്വേഴ്സ് ആയിട്ട് മോശമായിട്ട് ബാധിച്ചേക്കാം. അങ്ങനെ ബാധിക്കുന്ന പക്ഷം അവയിൽ നിന്ന് ഈടാക്കുന്ന അധിക നികുതി അവയ്ക്ക് തന്നെ പമ്പ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ GSTയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് സൗകര്യങ്ങൾ എന്നുള്ളതല്ല ഡോക്ടർ മേരി ജോർജ്. അതായത് GST രാജ്യം മുഴുവൻ ഒരൊറ്റ നികുതി എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ, ഇത്തരം പരാതികൾ വരുന്ന ഘട്ടത്തിൽ, അത് ഡോക്ടർ ഐസക്കിനെ പോലെ സാമ്പത്തിക കാര്യങ്ങൾ അറിയാവുന്ന ഒരു ധനമന്ത്രി ചൂണ്ടിക്കാട്ടുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങളത് അങ്ങനെ അവിടെ ഇളവ് വരുത്തിക്കോളൂ എന്നുള്ള രീതിയിൽ അനുവദിച്ചു കൊടുക്കുന്നത് GSTയുടെ തത്വത്തിനെതിരല്ലേ? ഇത് അറിയാത്ത മന്ത്രിമാർ, ഇന്ന് നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ട മന്ത്രിയെ പോലത്തെ ഒരു മന്ത്രിയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അഭിപ്രായം പറയാനും പോകുന്നില്ല, ഒന്നും കുറയ്ക്കാനും കൂട്ടാനും പോകുന്നില്ല, അവിടുന്ന് വെച്ച് നീട്ടുന്നത് അങ്ങ് കൊടുക്കുകയേ ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായി നടപ്പിലാക്കുക ഡോക്ടർ മേരി ജോർജ്? ലാൽ, അതായത് 8ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞവർ മന്ത്രിയായെന്ന് വരാം. പക്ഷേ എല്ലാ ഞാൻ അതല്ല കളിയാക്കിയത്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമല്ല, GSTയെ കുറിച്ച് അറിയാതെ വന്നതിലുള്ള ഒരു മന്ത്രിയുടെ അത് പോളിസിയായി എടുത്തിരിക്കുന്ന സർക്കാരിന്റെ കീഴിൽ വരുന്ന ആ സർക്കാരിനെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ വലിയ കൊടികുത്തിയ മന്ത്രിയാകുമ്പോഴാണ് ചോദ്യം ഉയരുന്നത്. ഞാൻ പറയുകയാണ്, അതായത് GSTയെ പറ്റി അറിയാവുന്നവര്, അതായത് ഇത്തരം കാര്യങ്ങളിൽ അവഗാഹമുള്ളവരെ എല്ലാ സംസ്ഥാനങ്ങളിലും കാണും. അതുപോലെ തന്നെ GST കൗൺസിലിൽ വരുന്ന എല്ലാ മന്ത്രിമാരും ഒരുപോലെയല്ല. ഡോക്ടർ ഐസക്കിനെ പോലെ വളരെ കാര്യഗൗരവത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ആ അഭിപ്രായങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ ഷാഠ്യം പിടിക്കുകയും ചെയ്യുന്നവരും അതേ. എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇടവേളയിലേക്ക് പോവുകയാണ്. ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് ഈ ഇടവേളയ്ക്ക് ശേഷം കിടക്കുന്നത്, കൂടുതൽ അതിഥികളുമായി. എന്തായാലും ഐസക്കിനെ പോലെ വലിയ വാദങ്ങൾ ഉയർത്താൻ പറ്റുന്നവർക്ക് മാത്രം ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നതാണോ ഈ GST എന്നുള്ളതാണ് ഇനി മണിക്കൂറുകൾ എന്ന് പറയാനില്ല, അല്പസമയം കഴിയുമ്പോൾ അർദ്ധരാത്രിയിൽ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന ആ നിമിഷത്തിലേക്ക് എത്തുമ്പോൾ, GST യാഥാർത്ഥ്യമാകുമ്പോൾ ഉയരുന്ന ആ സംശയം അത് തന്നെയാണോ? ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് അടുത്ത മണിക്കൂറിൽ. നമ്മളോടൊപ്പം കൂടുതൽ അതിഥികൾ ഉണ്ടാകും.